ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ശക്തി. 497 ലോക്സഭാ സീറ്റുകളിൽ 472 എണ്ണത്തിലും കോൺഗ്രസ് മത്സരിച്ചു. ജവഹർലാൽ നെഹ്റു രാജ്യത്തും പാർട്ടിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിൽക്കുകയായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ചെറുതല്ലാത്ത ചേരിപ്പോരുമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തം ദാസ് ടണ്ഡനും പ്രധാനമന്ത്രിയും രണ്ട് തട്ടിലായിരുന്നു. വടംവലി മൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചുപോയി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്തോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. അതിനു മുൻപേ 1951 മെയ് മാസത്തിൽ തന്നെ ആചാര്യ കൃപലാനി കോൺഗ്രസ് വിട്ടിരുന്നു. ആന്ധ്രയിൽ നിന്ന് ടി പ്രകാശം, കേരളത്തിൽ നിന്ന് കേളപ്പജി തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവരെല്ലാം കൂടി ഒരു പാർട്ടി രൂപീകരിച്ചു, കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി KMPP. നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് 2 പ്രമുഖ മന്ത്രിമാർ രാജിവെച്ച് പുറത്തു വന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു. ഒന്ന് നിയമമന്ത്രിയും ഭരണഘടനാ ശില്പിയുമായ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന് രൂപം നൽകി. വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ് മറ്റൊരാൾ. ഹിന്ദു മഹാസഭയുമായി അടുപ്പമുണ്ടെങ്കിലും മന്ത്രിസഭയിൽ ചേർന്നതു മുതൽ മുഖർജിയും ഹിന്ദു മഹാസഭയും അകൽച്ചയിലായിരുന്നു. അതേസമയം തന്നെ RSSും ഹിന്ദു മഹാസഭയും വിരോധികളുമായിരുന്നു. മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാമപ്രസാദ് മുഖർജി RSSൻ്റെ സഹായത്തോടെ ഭാരതീയ ജനസംഘം രൂപീകരിച്ചു. 1951 സെപ്റ്റംബർ 21 അത് രൂപം കൊണ്ടത്. ഹിന്ദു മഹാസഭയ്ക്കും ഭാരതീയ ജനസംഘത്തിനും പുറമെ രാമരാജ്യ പരിഷത്ത് എന്നൊരു ഹിന്ദു കക്ഷി കൂടി രംഗത്തുണ്ടായിരുന്നു. അത്രയും വലതുപക്ഷത്ത്. ഇടതുപക്ഷത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും. ബംഗാളിൽ നിന്നൊരു സോഷ്യലിസ്റ്റ് പാർട്ടി വേറെയും ഉണ്ടായിരുന്നു, RSP. ഇതിനൊക്കെ പുറമെ തമിഴ്നാട്ടിലെ DMK പോലെ നിരവധി പ്രാദേശിക കക്ഷികളും. മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിൽ മുസ്ലിം ലീഗും രംഗത്തിറങ്ങി. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് B പോക്കർ സാഹിബ് മുസ്ലിം ലീഗ് MP ആയി. മദിരാശി നിയമസഭയിലേക്ക് മലബാറിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ 5 MLAമാരും വിജയിച്ചു.